എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. എല്ലാവരും ഒരിക്കൽ കൂടെ PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള വിപുലമായ തയ്യാറെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. കാരണം 2025 അവസാനമാകുമ്പോൾ ഒത്തിരി എക്സാമുകളുടെ നോട്ടിഫിക്കേഷനുകളാണ് പ്രതീക്ഷയുണർത്തി 2026 നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് IT ലെവലിലുള്ളതാണെങ്കിൽ ഓവർസിയർ 3rd ഗ്രേഡ് ഉണ്ട്. ഇനി BTech ലെവലിലൊക്കെ ആണെങ്കിൽ AE വരെയുണ്ട്. ഒത്തിരി എക്സാമുകളാണുള്ളത്. വിശ്രമിക്കാൻ സമയമില്ല. പിന്നെ PSCയുടെ മാറി വരുന്ന രീതികൾ അനുസരിച്ച് അതിവേഗത്തിലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സന്തോഷവും എല്ലാവർക്കും ഉണ്ട്. കാരണം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന പെട്ടെന്ന് തന്നെ എക്സാമാണ്. എക്സാം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ടാണ്. അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിയമനം നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. കണ്ണടച്ച് തുറക്കും വേഗത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇനി എങ്ങനെ പഠിക്കണം? തനിയെ പഠിക്കണോ? അത് കോച്ചിങ് സെന്ററുകളെ ആശ്രയിക്കണോ? ഡയറക്റ്റ് ക്ലാസ്സുകളാണോ വേണ്ടത്? ഓൺലൈൻ ക്ലാസ്സുകളാണോ നല്ലത്? ഏതാണ് മികച്ചത് എന്ന രീതിയിലുള്ള അന്വേഷണത്തിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നും മോശമല്ല, അത് തന്നെ ആദ്യം പറയട്ടെ. തനിച്ച് പഠിക്കാൻ കഴിയുന്നവരെ അങ്ങനെ തന്നെ പഠിക്കുക, യാതൊരു പ്രശ്നവുമില്ല. ഞാനൊക്കെ എൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ തനിച്ച് പഠിച്ചു തന്നെയാണ് PSC നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രസമുണ്ട്. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള കോച്ചിങ് സെന്ററുകളെ ആശ്രയിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കൂടുതലാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് എന്നുള്ളതാണ്. പഠിക്കലൊക്കെ നിങ്ങൾ തന്നെ വേണം പഠിക്കാൻ, അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈയിടെ ഒത്തിരി റാങ്ക് ലിസ്റ്റുകൾ വരികയുണ്ടായല്ലോ. വളരെ കൗതുകരമായിട്ടുള്ള ചില മെസ്സേജുകൾ എനിക്ക് വരികയുണ്ടായി. മറ്റൊന്നുമല്ല, കുറഞ്ഞ ഫീസിലും ഏറ്റവും മികച്ച റാങ്കുകൾ നേടാൻ കഴിയുമല്ലേ എന്നാണ് ചോദിച്ചത്. വാസ്തവമായിരുന്നു. നമ്മൾ വിൻസെന്ററിനെ സംബന്ധിച്ച് ഈയിടെ നമ്മൾ വല്ലാതെ ഫീസൊക്കെ കുറച്ചിരുന്നു. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു മാറ്റം, വിപ്ലവകരമായ മാറ്റം നമ്മൾ കൊണ്ടുവന്നു. മന്ത്ലി ഫീ മതി, അതും ചെറിയ ഫീസ്. നമ്മുടെ ഫീകൾ ആരംഭിക്കുന്ന 600 രൂപ മുതലാണ്. ഇപ്പൊ പലർക്കും അത്ഭുതമാണ്, 600 രൂപയോ എന്നാണ് ചോദിക്കുന്നത്. കൊച്ചുകുട്ടികൾ ട്യൂഷൻ ഫീസ് പോലും അതിനേക്കാൾ കൂടുതൽ ആണ് അടയ്ക്കുന്നത്. എന്നാൽ 600 രൂപയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആൾ തന്നെയാണ് ഞാൻ. എന്നാലും പലർക്കും അത്ഭുതമാണ്. അപ്പോ പലരുടെയും ചോദ്യം, അപ്പോൾ ഇതിനെന്താ കണ്ടന്റ് കുറയ്ക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് വിൻസെന്ററിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? 600 രൂപ മുതൽ പ്രതിമാസം ഫീ, ചെറിയ ഫീസ്. അതൊരു ചിലർക്ക് 1 മാസം പഠിച്ചാൽ മതിയാകും, ചിലർക്ക് 3 മാസം, ചിലർക്ക് 6 മാസമൊക്കെ പഠിച്ചാൽ അത്യാവശ്യം നല്ല ലെവലിലെത്തും. പോട്ടെ, ഒരു 6 മാസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 × 600 അല്ലെ, 36,600 രൂപ ചെലവിൽ നമുക്ക് നേടാൻ കഴിയുമോ? ജോലി നേടാൻ കഴിയുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈയിടെ വന്ന റാങ്ക് ലിസ്റ്റുകളിലൊക്കെ 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് ഒക്കെ കരസ്ഥമാക്കിയത് നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ്, വിൻസെന്ററിലെ ഉദ്യോഗാർത്ഥികളാണ്. അഭിമാനമുണ്ട്. പലർക്കും അത് അത്ഭുതമാണെങ്കിൽ ഞങ്ങൾക്കത് അത്ഭുതമല്ല. അത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെയും ഞങ്ങളുടെ ടീമിന്റെയും കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. ഇന്നും മുന്നിൽ നിന്ന് നയിക്കാൻ വിൻസെന്റർ ഉണ്ടായിരുന്നു. 2008 വളരെ ചെറിയ രൂപത്തിൽ ആരംഭിച്ചത് ഇപ്പോഴും സജീവമായിട്ട് തന്നെ ആദ്യ റാങ്കുകളുടെ തിളക്കത്തോടുകൂടെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൽ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എന്നും നിരവധി പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, ഒരു കൗതുകം കണ്ടെത്താറുണ്ട്. പുതിയ ടെക്നോളജികൾ നമ്മൾ ആവിഷ്കരിക്കാറുണ്ട്. ടെക്നിക്കൽ ഫീൽഡിൽ ആദ്യമായി സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് എന്നാണ് കരുതുന്നത്. അത് കൊറോണയ്ക്ക് ശേഷമൊന്നല്ല, കൊറോണയുടെ സമയത്തൊന്നല്ല, അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും നടപ്പുവരുത്തുകയും ചെയ്യാൻ നമുക്ക് വിൻസെന്ററിന് സാധിച്ചിരുന്നു. എപ്പോഴും ഒരു ദീർഘവീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ കുട്ടികളൊക്കെ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ വരുന്നത് പലരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, നല്ല ഫീ കൊടുക്കണം മാസം, നമ്മുടെ ഫീസും എല്ലാം കൂടെ ആകുമ്പോൾ വലിയ സംഖ്യയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പിന്നീട് ചിന്തിക്കുകയുണ്ടായി.
വെറുതെയാണ്. പലരുടെയും ധാരണ ട്രഡീഷണൽ ക്ലാസ്സുകൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പോയാലേ പഠിക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. നമ്മളത് തിരുത്തി കുറിച്ചു. അതിനേക്കാളും ബെറ്റർ ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എവിടെയായിരുന്നാലും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മനോഹരമായി പഠിക്കാൻ കഴിയുമെന്നും ആദ്യ റാങ്കുകൾ വരെ നേടാൻ കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ നമ്മൾ പരീക്ഷിച്ചു. നിരവധി മെത്തേഡുകൾ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ അത് വിജയം വരിച്ച ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ ധൈര്യത്തിലാണ് വിൻസെന്റർ ഡയറക്റ്റ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തത്, ഒഴിവാക്കി. ഡയറക്റ്റ് ക്ലാസ്സുകൾ മോശമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഒരു എക്സാം വളരെ അടുത്ത് വരുമ്പോഴാണ് നേരിട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കാൻ വരുന്നത്. പക്ഷെ ഒരുപാട് വാസ്റ്റ് സിലബസ് ആണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കുക എളുപ്പമല്ല ഡയറക്റ്റ് ക്ലാസ്സിൽ. ഞാൻ കാണുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് ക്ലാസ്സിൽ വരും. രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെ ഇരിക്കും. തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ, എല്ലാവരും നോട്ട് എഴുതും, അങ്ങനെ പോവും. പഠിക്കല് നടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ വാസ്തവമാണ്. എല്ലാവരും ക്ലാസ്സിലൊക്കെ വരും. മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സിൽ വരിക, എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുക. വേഗം വരുമ്പോഴേക്കും അധ്യാപകർ വരുമ്പോഴേക്കും പെന്നും പേപ്പറൊക്കെ എടുത്ത് എഴുതാൻ റെഡിയായിട്ട് എഴുതി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്നില്ല എന്നുള്ള വാസ്തവം നമ്മൾ തിരിച്ചറിയാം. ഇത് ശരിയാവില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അടുത്ത് തന്നെ എക്സാം ആണ്. പഠിക്കുക വേണ്ടത്, കാര്യങ്ങൾ ഓർത്തെടുക്കുക വേണ്ടത്. അല്ലാതെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പിന്നെ പോയി പഠിക്കുക എന്ന് പറയുന്നതൊന്നും പ്രാവർത്തികമാകുന്ന കാര്യമല്ല. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപൂർവം ചില ആളുകൾ ഉണ്ടാവും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും പരാജയപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഉറപ്പിച്ചു ഇത് ശരിയാവില്ല, ഇത് വേണ്ട. ഇതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ ക്ലാസ്സുകൾ നടത്താൻ കഴിയും. കുട്ടികളെ ചിന്തിപ്പിച്ച് പ്രേരിപ്പിച്ച് കൃത്യമായി അവർ നിന്ന് തന്നാൽ മതി. തനിയെ അവർ കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോകുന്ന രീതിയിൽ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് ആദ്യ റാങ്കുകളിലേക്ക് അവരെ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? സംഭവം നിർത്തി. ഡയറക്റ്റ് ക്ലാസ്സുകളെല്ലാം പരിപൂർണമായി ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അത് ആത്മഹത്യാപരമായിരിക്കുമോ? കാരണം എല്ലാവരും ട്രഡീഷണൽ ആയിട്ട് ഉള്ള ക്ലാസ്സുകളെ അല്ലേ അംഗീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ക്ലാസ്സുകൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരത്തെ സമയമെടുത്ത് ഒരു വർഷമൊക്കെ വന്ന് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അതിന് കഴിയില്ല. ഒന്ന് വലിയ സാമ്പത്തിക ചെലവ്, രണ്ടാമത്തത് സമയക്കുറവ്. അവർക്കത് സാധ്യമാവില്ല. കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കാനായിട്ട് കഴിയണം. അത് പഠിക്കുക വേണ്ടത്, നോട്ട് എഴുതി കൊണ്ടുപോവുകയല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മാറുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഇൻഫ്രാസ്ട്രക്ചർ കുറയ്ക്കാൻ കഴിഞ്ഞു. മൊത്തത്തിൽ നമുക്ക് ചെലവ് കുറയ്ക്കാൻ കഴിഞ്ഞു. സ്ഥാപനത്തിന്റെ റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ ക്വാളിറ്റി കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതിന് എന്നും വിൻസെന്റർ, പ്രത്യേകിച്ചും ഞാൻ, ആധുനികമായിട്ടുള്ള ടെക്നോളജിയുടെ പുറകെ പോവുക എന്ന് പറയുന്നത് വളരെ കൗതുകത്തോടു കൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ AI-യും ഞാൻ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറഞ്ഞ മാൻ പവറിൽ തന്നെ ദിവസവും ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് നല്ല രീതിയിൽ കണ്ടന്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഓൺലൈൻ കണ്ടന്റുകൾ തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓൺലൈൻ കണ്ടന്റിന്റെ അടിസ്ഥാനം വീഡിയോ ക്ലാസ്സുകളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് വേണ്ടത് എളുപ്പത്തിൽ പഠിക്കാൻ നല്ല ടെക്സ്റ്റ് ലെസണുകളും, ഇപ്പൊ നമ്മൾ ഏറ്റവും പുതുതായിട്ട് അവതരിപ്പിച്ച ഓഡിയോ, പിന്നെ നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ ചെറിയ ചെറിയ എക്സാമുകൾ, 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ, അതിങ്ങനെ റീടേക്ക് എടുക്കുക. അവർക്ക് സ്വയം വിലയിരുത്താനായിട്ട് ഒരു ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവരിക. ഒരു A ഗ്രേഡ് B ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ എക്സാമും ഒരു ചിട്ടയായിട്ടുള്ള പരിശീലന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ആവശ്യമില്ലാതെ തന്നെ അവർ സ്വയം അങ്ങ് പൊക്കോളും. ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന് നമുക്ക് വളരെ പിന്തുണയുമായിട്ട് മികച്ച ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടെത്താനും അതിലേക്ക് ചേഞ്ച് ആകാനും കഴിഞ്ഞു. വിൻസെന്ററിന്റെ ഏറ്റവും പുതിയ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് സിവിലീസി. നിങ്ങൾ ഇതിനകം കേട്ട് കാണും, പലരും അനുഭവിച്ചറിഞ്ഞു കാണും. സിവിലീസിയിലൂടെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പുതിയ ആശയങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ
നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടു കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈയിടെ വന്ന മികച്ച റാങ്കുകളൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾക്കാണ് നേടിയത് എന്നുള്ളത് ഇത്രയും വർഷത്തെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ എനിക്ക് ആത്മാഭിമാനം തോന്നുകയാണ്. പലരും ചോദിക്കുന്നത് എങ്ങനെയാണ് വിൻസെന്റ് ഇപ്പൊ ഇത്രയും ഫീ കുറച്ചത്, ക്വാളിറ്റി കുറച്ചിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഓരോ ദിവസവും ക്വാളിറ്റി കൂട്ടാനാണ് പരിശ്രമിക്കുക. ഞാനൊക്കെ ഒരു ദിവസം 12-16 മണിക്കൂറാണ് ഇതിന്റെ പുറകെ ഇരിക്കുന്നത്. കണ്ടന്റ് എങ്ങനെ അതിൽ സവിശേഷത കൊണ്ടുവരാൻ കഴിയും, കുട്ടികൾക്ക് എങ്ങനെ ഓർത്തെടുക്കാവുന്ന രീതിയിൽ കണ്ടന്റ് എങ്ങനെ ഒരുക്കാൻ കഴിയും, അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും, കുട്ടികൾ വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരെ നേരിട്ട് തന്നെ അവരുമായിട്ട് സംസാരിക്കുക, സംവദിക്കുക, അതൊക്കെ വേണം. പഠിക്കുന്നതിൽ മാത്രം കഥയില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. ഓരോ ഉദ്യോഗാർത്ഥിയും, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും എൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അവരും പേഴ്സണലായിട്ട് സംസാരിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് ഞാൻ ഒരു വലിയ കാര്യമായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈയിടെ ഒത്തിരി ഉദ്യോഗാർത്ഥികളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങള്, അവരുടെ പ്രതീക്ഷകള്, അതിനനുസരിച്ച് കോഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ ഫീസിന് ചെയ്യാൻ. അതിന്റെ സത്യം ഇതാണ്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളരെയധികം ചെലവ് കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു. ഓൺലൈനാണ്, കൂടുതൽ AI-കളൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, എങ്കിൽ പോലും ആദ്യമൊക്കെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ചെലവ് കുറയ്ക്കാൻ കഴിയും. ആ ആനുകൂല്യം നമുക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതിലേക്ക് ഒരു തീരുമാനത്തിലെത്തി. അതുപോലെ തന്നെ പരസ്യം അതൊന്നും വേണ്ട എന്നുള്ള കാര്യമായിട്ട് ചെറുതായിട്ട് നമ്മൾ ഇതിലൊക്കെ ചെയ്യുമായിരിക്കും, സോഷ്യൽ മീഡിയയിലൊക്കെ. അതും കുറച്ചു, വളരെയധികം കുറച്ചു. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മതി എന്നുള്ള തീരുമാനത്തിൽ പണ്ടും വിൻസെന്റർ അങ്ങനെ തന്നെയായിരുന്നു. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അപ്പോൾ പിന്നെ പരസ്യങ്ങൾക്കും നമ്മൾ പൈസ ചെലവാക്കേണ്ടതില്ല, ആ ആനുകൂല്യങ്ങളൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികളിലേക്ക് തന്നെ നേരിട്ട് കൊടുക്കാൻ കഴിയും എന്നത് ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു കുത്തനെ കുറയ്ക്കുക, നമ്മൾ ഫീസൊക്കെ വളരെ കുറയ്ക്കാം. പിന്നെ ഒന്നിച്ച് ഫീ വാങ്ങിക്കാത്തത് എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മന്ത്ലിയാണ് വാങ്ങിക്കുന്നത്, എന്തുകൊണ്ട് ഒരു വർഷത്തേക്ക് വാങ്ങിച്ചുകൂടാ, അല്ലെങ്കിൽ 6 മാസത്തേക്ക് വാങ്ങിച്ചുകൂടാ? അതിനും എനിക്ക് ഉത്തരമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് ഏതോ ഒരു സന്ദർഭത്തിൽ തോന്നുന്ന ഒരു ആവേശത്തിൽ അങ്ങ് എടുത്തു ചാടുന്നതാണ് പലപ്പോഴും. പക്ഷേ എല്ലാവരും കൃത്യമായി ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ആദ്യത്തെ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമൊക്കെ പലരും ഫോളോ ചെയ്യും. പിന്നെ പലരും കൊഴിഞ്ഞു പോകും. വേറെ പല കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ആയി അങ്ങനെ പോകുന്ന ആളുകൾ കുറെ പേരുണ്ട്. യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളുണ്ടാവാം. നമ്മുടെ കോഴ്സ് കൊള്ളാത്തത് കൊണ്ടാവാം, ഞാൻ അംഗീകരിക്കുന്നു, അതും ആവാം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യം 1 മാസമൊക്കെ പോകും, പിന്നെ അവിടെ ഇടും. അങ്ങനെ ഉള്ള ആളുകൾ ഒരുവിധം എല്ലാ കാര്യവും നമ്മുടെ മനുഷ്യരങ്ങനെയാണ്. അപ്പൊ അവരുടെ പൈസ നഷ്ടപ്പെടും. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. 1 മാസത്തേക്ക് പൈസ അടച്ച് 1 മാസത്തേക്ക് ജോയിൻ ചെയ്ത് ആ 1 മാസം ഭംഗിയെ പഠിച്ച് ഒരു പൂർണ്ണ തൃപ്തരാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, വെറുതെ പൈസ കളയണ്ടല്ലോ. ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ മന്ത്ലി ഫീ ആക്കി മാറ്റിയത്. അവരനുഭവിച്ചറിയട്ടെ ഈ കോഴ്സ് എന്താണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ തോന്നുന്നു എന്റെ പൈസ പോയി എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, സ്ഥാപനത്തിന് വലിയ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതില്ലാതിരിക്കാനുള്ള മാർഗങ്ങളുണ്ട്. എന്താണ്? കോഴ്സ് മെച്ചപ്പെടുത്തുക, കണ്ടന്റ് മെച്ചപ്പെടുത്തുക, അനുദിനം പുതിയ പുതിയ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ വിജയിക്കാനായിട്ട് വിൻസെന്ററിന് സിവിലിസി ആപ്ലിക്കേഷനിലൂടെ സാധിച്ചു എന്നുള്ളതിൽ വലിയ അഭിമാനമുണ്ട്. ആ അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും പുതിയ കോഴ്സുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. അത് ബിടെക് ലെവലുണ്ട്, ഡിപ്ലോമ ലെവലുണ്ട്, ITI ലെവലുണ്ട്. മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ. ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ അതിന് കഴിയണം. കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാൽ കുറെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ഒന്നുകൂടെയൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അവർക്ക് അതിവേഗത്തിൽ പഠിക്കാൻ കഴിയണം. ഇനി റിവിഷൻ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. കാരണം വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്.
ഒരു 60-70 മാർക്കിൽ എത്താൻ അപ്പുറത്തേക്ക് കടക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു റിവിഷനാണ്. അങ്ങനെയുള്ളവർക്കും ഗുണകരമാകണം. അതാണ് നമ്മുടെ പുതിയ കോഴ്സുകളുടെ പ്രത്യേകത, മെമ്പർഷിപ്പ് പ്ലാനുകളുടെ പ്രത്യേകത എന്നുള്ളതാണ്. അത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് നമ്മൾ തയ്യാറായി എന്നുള്ളത് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ അവർക്ക് പ്രയോജനകരമായി എന്ന് അറിയിച്ചവരുണ്ട്. വളരെ സന്തോഷം. പറഞ്ഞു വന്നത് കുറഞ്ഞ ഫീസിലും ഏറ്റവും മികച്ച റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിയും. യാഥാർത്ഥ്യമാണ്. വിൻസെന്റർ അത് തെളിയിച്ചിരിക്കുന്നു. സിവിൽ അപ്ലിക്കേഷൻ ഇന്ന് പരിപൂർണമായ രീതിയിൽ സജ്ജമായിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കുകളിലേക്ക് എത്തിക്കാം. ആദ്യ റാങ്കുകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ 1, 2, 3 റാങ്കുകൾ വാരിക്കൂട്ടലല്ല നമ്മുടെ ലക്ഷ്യം. അതിലൊന്നും കഥയൊന്നുമില്ല. അതൊക്കെ കുറെ ഉദ്യോഗാർത്ഥികളുടെയും കൂടെ കഴിവാണ്, അംഗീകരിക്കണം. നമ്മളെ ആശ്രയിക്കുന്ന കുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തെടുക്കാനും പഠനത്തിൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ അവരെ സഹായിക്കുന്ന രീതിയിലാകാനും ആ രീതിയിൽ കണ്ടന്റ് അവർക്ക് കൊടുക്കാനും അവരെ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരതിന് പ്രേരിപ്പിക്കുന്നതിനും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിലൂടെ ജോലി കിട്ടാൻ ഉതകുന്ന നല്ല മികച്ച റാങ്കുകളിലേക്ക് അവരെത്തിക്കുക. നമുക്കറിയാം, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ചുരുക്കി വരികയാണ്. റാങ്ക് ലിസ്റ്റുകളുടെ വലിപ്പം കുറച്ചു കൊണ്ടുവരികയാണ്. പെട്ടെന്നാണ് എക്സാമുകളൊക്കെ വരുന്നത്. സ്വാഭാവികമായും കട്ട് ഓഫ് മാർക്ക് ഉയരും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ പഠിച്ചാൽ മാത്രമേ ഇനി റാങ്ക് ലിസ്റ്റുകളിൽ മികച്ച റാങ്കായിട്ട് കയറി വരാനും ജോലി നേടാനും കഴിയുള്ളൂ. ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് സിവിൽ ആപ്ലിക്കേഷനുള്ള നമ്മൾ പുതിയ കോഴ്സുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. ഒത്തിരി പേര് കണ്ടു കാണും. ഞാൻ നമ്മുടെ ഏറ്റവും പുതിയ കോഴ്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ 17 മിനിറ്റുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. അത് എങ്ങനെയാണ് നമുക്ക് അതിലൂടെ ഏറ്റവും മികച്ച റാങ്കുകളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത്. ഗ്രേഡിംഗ് ഒക്കെ വളരെ രസകരമാണ്. എക്സാംസ് ഒക്കെ ചെയ്യാൻ ഒരു എക്സാം ചെയ്യാൻ 5 മിനിറ്റ് പോലും വേണ്ട. 10 ക്വസ്റ്റ്യൻ ആണ് ഒരു തവണ ചെയ്യുമ്പോൾ വരിക. അപ്പൊ ബോറടിക്കാതെ നമുക്ക് പഠിച്ചു പോകാം എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. വീഡിയോ കാണേണ്ട കാര്യം തന്നെയില്ല. വീഡിയോ ഒക്കെ ഒരു റഫറൻസിന് വേണ്ടി, സംശയം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. മുമ്പ് ഒരു തവണയൊക്കെ പഠിച്ചിട്ടുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് പഠിക്കുന്നവരെ വീഡിയോ കാണണം. റിവിഷൻ ചെയ്യുന്നവർക്ക് വളരെ ഗുണമാണ്. കാരണം ഫുൾ കണ്ടന്റ് ടെക്സ്റ്റിലുണ്ടാവും. വളരെ മനോഹരമായിട്ടാണ് ടെക്സ്റ്റ് ലെസണുകൾ തയ്യാറാക്കിയിരിക്കുന്നത്, പിക്ചറുകളുടെ സഹായത്തോടു കൂടെ. ഏറ്റവും ഹൈലൈറ്റ് ഓഡിയോ ആണ്. ഓഡിയോ ലെസൺ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ ഇത് വെറുതെ വെക്കുക, അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയത്തോ വെക്കുക, കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് എക്സാം ചെയ്താൽ നമ്മളെ എ ഗ്രേഡിൽ തന്നെ എത്തും. ഓക്കെ, ഞാൻ ഇന്ന് ജസ്റ്റ് നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാനുകൾ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം നിങ്ങളിലേക്ക്. മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. civilec.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആണ്, പുതിയ വെബ്സൈറ്റ് ആണ്. ഇതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഈ പേജാണ്, മെമ്പർഷിപ്പ് പേജാണ്. ഇതിനകത്ത് ഈ മെമ്പർഷിപ്പ് പ്ലാനുകളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. പിന്നെ അതിന്റെ താഴെ നോക്കുമ്പോൾ എല്ലാവർക്കും പറ്റിയ രീതിയിലാണ് ITI, ഡിപ്ലോമ, ബിടെക്. ഇപ്പൊ നമ്മൾ ബിടെക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1 മാസത്തേക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 12 മാസത്തേക്ക് എന്നിങ്ങനെയുണ്ട്. അതൊരു സൗകര്യം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച്. ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും 1 മാസത്തേക്ക് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. പരിപൂർണ തൃപ്തരാണെങ്കിൽ മാത്രം പിന്നെ അത് റിന്യൂ ചെയ്ത് പോവുക. അതാണ് വേണ്ടത്. പൈസ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി താഴോട്ട് വരുമ്പോൾ വിവിധ പ്ലാനുകൾ കാണാം. ബ്രോൺസ് പ്ലാൻ, സിൽവർ പ്ലാൻ, ഗോൾഡ് പ്ലാൻ, ഡയമണ്ട് പ്ലാൻ എന്നിങ്ങനെ വ്യത്യസ്തമായ പ്ലാനുകളുണ്ട്. ഓരോ പ്ലാനുകളിലും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. ഞാൻ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക്, ഈ മെമ്പർഷിപ്പ് പേജ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് പോകും. ഈ പേജിലേക്ക് പോയി നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾ IT ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യണം, ഡിപ്ലോമ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യണം, ബിടെക് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യണം. എന്നിട്ട് 1 മാസത്തെ ആദ്യം കണ്ടു നോക്കുക. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്, ഫീ മാത്രമാണ് മന്ത് മാറുമ്പോൾ മാറ്റം വരുന്നത്. ഇപ്പൊ ബ്രോൺസ് പ്ലാൻ വിട്ടേക്കുക. ഇത് ആപ്ലിക്കേഷനെ പരിചയപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഫ്രീ പ്ലാൻ ആണ്. പെയ്ഡ് പ്ലാനുകളിലേക്ക് കിടക്കുമ്പോൾ സിൽവർ പ്ലാൻ നോക്കൂ. ബിടെക് 1 മാസത്തേക്ക് സിൽവർ പ്ലാൻ 1000 രൂപയേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 രൂപയിലാണ് ബിടെക്കിന്റെ പ്ലാൻ. എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട്? കോച്ചിങ് പ്രോഗ്രാമുകൾ ഉണ്ട്. 1 ഇയർ ബിടെക് ലെവൽ AE കോച്ചിങ് പ്രോഗ്രാം, ഡിപ്ലോമ ലെവൽ കോച്ചിങ് പ്രോഗ്രാം, ITI ലെവൽ കോച്ചിങ് പ്രോഗ്രാം. ഇത് 3ഉം അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഒരു ബിടെക് കഴിഞ്ഞ ആള് എല്ലാ എക്സാമുകളും എഴുതും. അപ്പൊ അതിന് സെപ്പറേറ്റ് ഇനി പഠിക്കണ്ട. ഇതിനകത്ത് എല്ലാറ്റിനും വേണ്ടി ഇതുണ്ട്. ബിടെക് ലെവലിൽ പഠിക്കാനുള്ള കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്,
ഡിപ്ലോമ ലെവലിൽ പഠിക്കാനുള്ളതുണ്ട്, ITI ലെവലിൽ പഠിക്കാനുള്ള കോച്ചിങ് പ്രോഗ്രാമുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൂടാതെ ബണ്ടിൽ കോഴ്സ് ഓവർസിയർ 2 and 3 ഗ്രേഡ് 3 1 ഇയർ പ്രോഗ്രസീവ്, ഞാനിപ്പോൾ ലൈവ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്ന രീതിയിൽ അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. ബണ്ടിൽ കോഴ്സ് AE BTech ലെവൽ ഫോർ സെൽഫ് സ്റ്റഡി, എല്ലാ കണ്ടന്റും ഒന്നിച്ചിട്ട് വെച്ചിട്ടുള്ള സ്വയം പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണത്. ബണ്ടിൽ കോഴ്സ് ഓവർസിയർ ഡിപ്ലോമ ലെവൽ വേറെ ഉണ്ട്. ഡിപ്ലോമക്ക് ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ എഴുതണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് BTech ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, ഡിപ്ലോമ ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, ITI ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, സിവിൽ വാർ ഗ്രൂപ്പ്, ജനറൽ ഗ്രൂപ്പ്, ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഗ്രൂപ്പ്, മെമ്പർഷിപ്പ് എൻക്വയറി ഗ്രൂപ്പ്, BTech ലെവൽ കമ്മ്യൂണിറ്റി ക്ലാസ്, ഡിപ്ലോമ ലെവൽ കമ്മ്യൂണിറ്റി ആക്സസ്, ITI ലെവൽ കമ്മ്യൂണിറ്റി ആക്സസ്, സിവിൽ വാർ കമ്മ്യൂണിറ്റി ആക്സസ്. സിവിൽ വാർ നമ്മൾ ദിവസവും വൈകിട്ട് 6:20 ഫ്രീ ആയിട്ട് നടത്തുന്ന ആർക്കും പങ്കെടുക്കാവുന്ന ലൈവ് ഇവന്റ് ആണ്. അപ്പൊ അതിന്റെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഓരോ ദിവസവും സിവിൽ വാറിൽ പങ്കെടുക്കേണ്ട ടോപ്പിക്സിന്റെ ചെറിയ വിവരണം അല്ലെങ്കിൽ ചെറിയൊരു കോഴ്സ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. എല്ലാവർക്കും ഫ്രീ ആണ്, എല്ലാവർക്കും പങ്കെടുക്കാം അതിനകത്ത്. പ്രൈവറ്റ് ചാറ്റ്, അപ്പോയിന്റ്മെന്റ്സ് ബുക്കിംഗ്, ഇവന്റ്സ്, വെബിനാർ, ബ്ലോഗ്സ്, ഒത്തിരി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ്. താഴെയുള്ള എൻറോൾ നൗ കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് നേടാൻ പറ്റും. ഇത് ഒരു മാസത്തേക്കാണ് 1000 രൂപ. അതേസമയം 3 മാസത്തേക്ക് എടുക്കുമ്പോൾ 3000 വരുന്നില്ല എന്നുള്ളതാണ്. 2700 വരുന്നുള്ളൂ. 6 മാസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 വരുന്നില്ല, 5200 ഉള്ളൂ. ഒരു വർഷത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9000 രൂപയെ വരുന്നുള്ളൂ. അപ്പോ 9000 ഡിവൈഡഡ് ബൈ 12, അപ്പൊ ഒരു മാസം എത്ര രൂപയാണ് വരുന്നത് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ടോ. അത്രയും കുറഞ്ഞ റേറ്റിന് നമുക്കിത് കൊടുക്കാൻ കഴിയുന്നു, ഒത്തിരി ഫീച്ചേഴ്സോട് കൂടെ. ഇത് മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇനി ഗോൾഡ് പ്ലാനിലേക്ക് പോവുകയാണ്. ഒരു മന്ത് BTechന്റെ ഗോൾഡ് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ 2000 രൂപയാണ് ഒരു മാസം വരുന്നത്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ അഡീഷണൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പ്ലാനാണ് നമ്മുടെ ഡയമണ്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു മാസത്തേക്ക് 3000 രൂപയാണ്. അതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കിട്ടും. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കോഴ്സും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനകത്താണ് ഓഡിയോ ലെസൺ ഒക്കെ വരുന്ന ആ ഒരു കോഴ്സ് ഉള്ളത്. മനോഹരമായിട്ടുള്ള ഒരു കോഴ്സ്. അതും ഇതിനകത്ത് ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡയമണ്ട് പ്ലാനുകളിലും അവൈലബിൾ ആണ്. നമ്മുടെ ഏറ്റവും പുതിയ കോഴ്സുകൾ അതിനകത്തും അവൈലബിൾ ആണ്. അപ്പൊ മന്ത്ലി അടച്ചു പോകാവുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം മന്ത്ലി ചെയ്താൽ മതി, ഒരു മാസത്തെ ചെയ്താൽ മതി. പരിപൂർണമായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പിന്നെ മുന്നോട്ട്, പിന്നെ ഏത് വേണമെങ്കിലും നിങ്ങൾ താല്പര്യമനുസരിച്ച് മുന്നോട്ട് പോകാം. നമ്മളിപ്പോ നോക്കിയത് BTech ആണെങ്കിൽ ഡിപ്ലോമ ലെവൽ നോക്കാം. ഡിപ്ലോമ ലെവൽ സിൽവർ പ്ലാന് ഒരു മാസത്തേക്ക് എത്രയേ വരുന്നുള്ളൂ? 800 രൂപയെ വരുന്നുള്ളൂ. അതേസമയം അത് 12 മാസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7000 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഫീ മാത്രമേ അതിന് വരുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ കുറഞ്ഞ ഫീസിന് നമ്മൾ 600 രൂപ, 600 ഒരു വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെയും കുറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞൊരു 400-500 ചില്ലാനും രൂപയ്ക്ക് വരെ നമുക്ക് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തരം കോഴ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ITI ലെവലിലേക്ക് കടന്നു വരികയാണെങ്കിൽ നോക്കൂ, സിൽവർ പ്ലാൻ ഒരു മാസത്തേക്ക് വരുന്നത് ആകെ 600 രൂപയാണ്. 600 രൂപ. അത് 12 മാസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത് 5500 രൂപയാണ്. അപ്പൊ 5500 ഡിവൈഡഡ് ബൈ 12 ഒന്ന് ചെയ്ത് നോക്കട്ടെ അല്ലെ, എത്രയാണ് വരിക എന്ന് നോക്കാലോ. 5500 ഡിവൈഡഡ് ബൈ 12 എത്ര വരുന്നേ? 458 രൂപ 33 പൈസ മാസം. ആദ്യ റാങ്കുകൾ തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ആ കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാനുകൾ, അതിനകത്തുള്ള ഫീച്ചേഴ്സ്. നിങ്ങൾ ഇത് കയറിയൊക്കെ ഒന്ന് നോക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും കൂടെയുണ്ട്, അതൊന്ന് പരിചയപ്പെടുത്താം. അതാണ് 3 കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവർസിയർ റിവൈസ്ഡ് കോഴ്സ് ഇപ്പൊ LSTD ഗ്രേഡ് 3 വന്നിരിക്കുകയാണ്. കറക്റ്റ് അതിന്റെ സിലബസ് അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന സിലബസിൽ മാറ്റം വന്നേക്കാം. മാറ്റം വന്നാൽ നമ്മൾ അതിനനുസരിച്ച് ഇതിലും മാറ്റം വരുത്തും. ആ സിലബസ് അനുസരിച്ച് പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോഴ്സാണ്. അടിപൊളി കോഴ്സായിരിക്കും, ഞാൻ ഗ്യാരണ്ടിയാണ് ഈ കോഴ്സിന്. ഓവർസിയർ റിവൈസ്ഡ് 2025 മാസം 1000 രൂപ മാത്രം. അതിന്റെ ഫീ വരുന്നത് ഒരു മാസത്തെ, അത് മന്ത്ലി മാത്രമേ ഉള്ളൂ. ഡയമണ്ട് പ്ലാനുകളിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സ് ഡയമണ്ട് പ്ലാനുകളിൽ അവൈലബിൾ ആണ്. 3 ഡയമണ്ട് പ്ലാനുകളിലും അവൈലബിൾ ആണ്. ITIയുടെയും ഡിപ്ലോമയുടെയും BTechന്റെയും ഡയമണ്ട് പ്ലാനുകളിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്, ഓവർസിയർ ഗ്രേഡ് 3യുടെ. അപ്പൊ അതിന് വേറെ എക്സ്ട്രാ ഫീ വേണ്ട. ഡയമണ്ട് പ്ലാൻ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സും അതിനകത്ത് കിട്ടും. അല്ല, സെപ്പറേറ്റ് എടുക്കേണ്ടവർക്ക് മാസം 1000 രൂപ എന്നുള്ള രീതിയിലാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. യൂട്യൂബ് ചാനലിൽ നമ്മൾ കിടക്കുന്നുണ്ട്.
ഇവിടെ അതിന് ലിങ്ക് കൊടുത്തേക്കാം. ഇതിനകത്ത് ചെറിയ ചെറിയ വീഡിയോസാ കണ്ടന്റ് സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഒരു 30 മിനിറ്റ് ഇതായിരിക്കുമുള്ള വീഡിയോ. അതിന്റെ എസൻസ് മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ ലെജിബിൾ ആയിട്ടുള്ള രീതിയിൽ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ലെസൺ ഒക്കെ കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് എൻട്രി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ആ ടെക്സ്റ്റ് ലെസനെ. ഒരു ദിവസം ഒരു 2 മണിക്കൂറൊക്കെ ചെലവഴിച്ചിട്ടാണ് ആ ടെക്സ്റ്റ് ലെസണുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും പുതുതായിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഓഡിയോ ലെസൺ. വീഡിയോ ഒന്നും കാണണ്ട, ഈ ഓഡിയോ ഇങ്ങനെ കേട്ടാൽ മതി. നല്ല രസമായിട്ട് കേൾക്കാം, മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അതൊക്കെ മനസ്സിലാക്കാം. ഒരു 16 മിനിറ്റ് 14 മിനിറ്റേ ഉണ്ടാവുള്ളൂ ഓഡിയോ. അത് മാത്രം മതി ചിലർക്ക് പഠിച്ചെടുക്കാൻ, പ്രത്യേകിച്ച് റിവിഷൻ ചെയ്യുന്നവർക്ക്. എന്നിട്ട് പ്രാക്ടീസ് എക്സാം അങ്ങനെ എഴുതുക. ഒരു തവണ ചെയ്യുമ്പോൾ 10 ക്വസ്റ്റിനെ വരൂ. അതിന് ഗ്രേഡിംഗ് ഉണ്ട്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി, ഡി, ഇ, എഫ് ഗ്രേഡ് വരെ ഉണ്ട്. നമ്മൾ നോക്കേണ്ടത് എ ഗ്രേഡ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് കിട്ടും, ഇത് ചെയ്താൽ എന്തായാലും കിട്ടിയിരിക്കും. അങ്ങേറ്റം ബി ഗ്രേഡ് വരെ പോവാം, എന്നാലും കുഴപ്പമില്ല. അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു വീഡിയോ, ഒരു ടെക്സ്റ്റ് ലെസൺ, ഒരു ഓഡിയോ, ഒരു പ്രാക്ടീസ് എക്സാം എത്ര തവണ വേണമെങ്കിലും റീടേക്ക് എടുക്കാവുന്ന രീതിയിൽ 10 ക്വസ്റ്റ്യൻ വീതമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അത് മാസ്റ്ററായി മാറി. ആ ടോപ്പിക്കിൽ നിങ്ങൾ മാസ്റ്ററായി മാറി. പിന്നെ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് എക്സാം എന്നിട്ട് മറ്റൊരു കോഴ്സും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ക്യുമുലേറ്റ് ചെയ്ത് ഓരോ വീഡിയോ കഴിയുമ്പോഴും എല്ലാം കൂടി ഒന്നിച്ച് പഠിച്ചു പോകുന്ന ഒരു പ്രാക്ടീസ് എക്സാമും കൂടെ നമ്മൾ പ്രത്യേകമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ മതി, നിങ്ങളെ ആ ഒഴുക്കിൽ അത് അങ്ങ് കൊണ്ടേക്കോളും. ആദ്യ റാങ്കുകളിലേക്ക് കൊണ്ടുപോകും, ഉറപ്പാണ്. ഇതാണ് ഓവർസിയർ റിവൈസ്ഡ് കോഴ്സ്. നമ്മളെ ഏറ്റവും പുതിയ കോഴ്സാണ്. ഡിപ്ലോമ ലെവൽ കോഴ്സും അതേ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രതിമാസം 1400 രൂപ മാത്രം. ഈ കോഴ്സും നമ്മുടെ ബിടെക്കിന്റെയും ഡിപ്ലോമയുടെയും ഡയമണ്ട് പ്ലാനുകളിൽ ഫ്രീ അതിനകത്ത് അവൈലബിൾ ആണ്. വേറെ സെപ്പറേറ്റ് എടുക്കണ്ട. സെപ്പറേറ്റ് എടുക്കുന്നവർക്ക് 1400 രൂപ. ഇതിന്റെ താഴെ ഇതുമേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന പേജിലേക്ക് പോകും. ബിടെക് ലെവലിലെ ഇതുപോലൊരു കോഴ്സ്, കാരണം എ വന്നിരിക്കുകയാണ് അല്ലെ. എയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ ഇവരാണ്. ഈ കോഴ്സിലൂടെയാണ് ബിടെക് ലെവൽ കോഴ്സ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കോഴ്സാണ്. നമ്മുടെ ഡോക്ടർ അഞ്ജന മിസ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഇതിന്റെ കണ്ടന്റ് തയ്യാറാക്കുന്ന കാര്യത്തിലും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾക്ക് വേണ്ട ഓരോ നിർദ്ദേശങ്ങളും ദിവസവും ഏത് സമയവും നൽകിക്കൊണ്ട് നിങ്ങളെ ഏറ്റവും നല്ല റാങ്കുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ബിടെക് ലെവൽ കോഴ്സ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയും ഇതേ ശൈലിയിൽ ചെറിയൊരു വീഡിയോ, അതിന്റെ ടെക്സ്റ്റ് ലെസൺ, അതിന്റെ ഓഡിയോ ലെസൺ, അതിന്റെ പ്രാക്ടീസ് ക്വിസ്. നിങ്ങൾക്കിനി വിജയിക്കാതിരിക്കാൻ കഴിയില്ല. പറഞ്ഞു വന്നത്, ഇനി കുറഞ്ഞ ഫീസിലും നമുക്ക് ആദ്യ റാങ്കുകൾ നേടാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഈ കോഴ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിൽ ഫീച്ചേഴ്സ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് പഠിച്ചാൽ എ ഗ്രേഡ് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. കുറെ പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ കണ്ടു നോക്കുക. ഇനി സംശയിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. 2026 നമ്മുടേതാണ്. അത് നമ്മൾ അടിച്ചെടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിനകം ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എക്സൈറ്റ്മെന്റ് കണ്ടുകൊണ്ട് തന്നെയാണ്. എനിക്ക് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകളും കോളുകളും ഇത്രയും എൻ്റെ ജീവിതകാലത്ത് ഈ ട്രെയിനിങ് പീരീഡിൽ, ഞാൻ 2008 ഇത് ആരംഭിക്കുന്നത്, ഇപ്പൊ 2025 കഴിയാണ്. എത്ര വർഷമായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 17 വർഷം കഴിഞ്ഞു. 17 വർഷത്തെ ഫീൽഡിൽ ഇത്രയും മനസ്സിന് സുഖം അനുഭവിച്ചിട്ടുള്ള കോഴ്സുകൾ എനിക്ക് വേറെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ യാഥാർത്ഥ്യത്വ ബോധത്തോടു കൂടെ തന്നെ പറയാണ്. കാരണം അത്രയും മനോഹരമായിട്ട്, അതിന്റെ പ്രത്യേകത വളരെ കുറഞ്ഞ ഫീസിൽ, മന്ത്ലി ഫീസിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രം ഈ കോഴ്സ് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഇതിലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇനിയുള്ള നമ്മുടെ മുദ്രാവാക്യം എന്താ? ആദ്യ റാങ്കുകൾക്ക് ഒരുപാട് പൈസയൊന്നും ഇനി ചെലവഴിക്കേണ്ട കാര്യമില്ല. ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ്. അപ്പൊ സാധിക്കുന്നവര് ചെയ്യുക, നമ്മുടെ കോഴ്സുകളെ തിരിച്ചറിയുകയെങ്കിലും ചെയ്യുക. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക, കമന്റുകൾ പറയുക, എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുക. കാരണം നമ്മൾ അത്രയും പ്രതീക്ഷയിലാണ് ഞാനൊക്കെ ഈ കോഴ്സിനെ സംബന്ധിച്ച്, അത്രയും പ്രാധാന്യമാണ് നമ്മൾ ഈ കോഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവസരം നിങ്ങളുടേതാണ്. ബോൾ നിങ്ങൾക്ക് ഞാൻ വെച്ചു തന്നു, നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ 2026 എനിക്ക് സർക്കാർ ജോലി വേണ്ടേ? ശരിയായ രീതിയിൽ എനിക്ക് പഠിക്കണ്ടേ? അതിസൂക്ഷ്മതയോടുകൂടെ പഠിച്ച്
ചെറിയ റാങ്ക് ലിസ്റ്റുകളാണെങ്കിൽ പോലും അതിന്റെ ആദ്യ റാങ്കുകൾ നമ്മൾക്ക് കരസ്ഥമാക്കണ്ടേ? അതിന് ഇനി എന്ത് ചെയ്യണം? ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഞാനും ടീം വിൻസെന്ററും സിവിൽ ഈസി ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങളോടൊപ്പം കൈമേയ് മറന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയുള്ള വീഡിയോ അധികം ചെയ്യാറില്ല. ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എൻ്റെ ഫോൺ നമ്പറൊക്കെ പബ്ലിക്കാണ്. ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും. നേരിട്ട് എന്നെ വിളിക്കാം. വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ വിളിക്കാം. ഇത് കുഴപ്പമില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ പ്രതികരിക്കാറില്ല. അല്ലാത്ത സമയങ്ങളൊക്കെ ഞാൻ നോക്കും, അല്ലെങ്കിൽ റിപ്ലൈ നൽകാറുണ്ട്. അപ്പോൾ ഏവരെയും നമ്മുടെ പുതിയ കോഴ്സുകൾ, നമ്മുടെ പുതിയ മെമ്പർഷിപ്പ് പ്ലാനുകൾ തിരിച്ചറിയാൻ വേണ്ടി, അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളിത് ആരംഭിച്ചത്, ഈ പുതിയ രീതി ആരംഭിച്ചത് സർവേയർ കോഴ്സോട് കൂടിയിട്ടാണ് കേട്ടോ. വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർവേയർ കോഴ്സ്. സർവേന്റെ എക്സാം പോലും വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. എന്നിട്ടും കുട്ടികളെ, 100-ലധികം കുട്ടികളെ ആവേശത്തോടുകൂടെ നെഞ്ചിലേറ്റി നടക്കുകയാണ് സർവേയർ കോഴ്സ്. അഭിമാനമുണ്ട്. ഇനിയും ആർക്കെങ്കിലും സർവേയർ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതും ഇതോടൊപ്പം തുടർന്ന് പോകുന്നുണ്ട്. എനിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കോളുകൾ. കുട്ടികൾ തന്നെയാണ്, വേറെ ആരും വിളിക്കാനൊന്നുമില്ല. കുട്ടികൾ തന്നെയാണ് എന്നെ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നതിനോടൊപ്പം 2026 എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരായി മാറട്ടെ എന്ന ആശംസയും നേർന്നുകൊണ്ട് ബൈ. താങ്ക് യു.